എല്ലാവർക്കും നമസ്കാരം. പഴനി യാത്രയുടെ മൂന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുതിരവണ്ടി ഇറങ്ങിയതിന് ശേഷം നേരെ അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ചെന്നത്. അവിടെ ചെന്ന് ഫ്രഷപ്പായി ഒരു ചായയും കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ താഴ്വാരത്തിലേക്ക് നടപ്പാതയിലൂടെ മുകളിലേക്ക് നടക്കുകയാണ്. മുകളിലെ ഫോൺ ഉപയോഗിക്കാൻ ഇപ്പോൾ അനുവദനീയമല്ല. എങ്കിലും താഴെയുള്ള ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുത്ത് ഞങ്ങൾ നടക്കുന്നുണ്ട്. ചൂട് അതികഠിനമായിട്ട് തന്നെ തുടരുന്നുണ്ട് അവിടെയും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മുകളിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം മുകളിലെത്തിയതിന് ശേഷം വിശ്രമിക്കുകയാണ്. വൈകാതെ തന്നെ ഞങ്ങൾ മുകളിലേക്ക് എത്തി. മുകളിൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. രാജാവിൻ്റെ വേഷത്തോടുള്ള ദർശനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവിടെ സൈഡിലുള്ള ഗണപതി ഭഗവാന്റെ ഗണപതി ഭഗവാന്റെ അടുത്ത് ചെന്ന് അനുഗ്രഹവും വാങ്ങിച്ച് നേരെ ഞങ്ങൾ അന്നദാനത്തിനുള്ള ക്യൂവിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരും വാങ്ങിച്ച് ഞങ്ങൾ നേരെ അന്നദാനപ്പുരയിലേക്കുള്ള ക്യൂവിലേക്ക് ചെന്നു. അവിടെ സൈഡിൽ ധാരാളമായിട്ട് കുരങ്ങുകളുടെ ദൃശ്യം കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് കേട്ടോ. അവിടെ സൈഡിൽ നിറയെ കുരങ്ങുകൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റങ്ങൾ കഴിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ ക്യൂവിലേക്ക് കടന്ന് നിൽക്കുകയാണ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ചാക്കെല്ലാം വിരിച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിധിവരെ ചൂട് കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഓളം ഞങ്ങൾക്ക് ക്യൂവിലായിട്ട് നിൽക്കേണ്ടി വന്നു. ക്യൂവിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നപ്പോൾ വിശ്രമ മുറിയിലെല്ലാം ടി വി വെച്ച് ഒരു തമിഴ് ദൈവ ഫിലിം ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ഒരു 10 മിനിറ്റോളം ക്യൂ നിന്നു. ഞങ്ങൾ നിൽക്കുന്ന സമയത്തെല്ലാം ആ ടി വിയിൽ ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ റിലാക്സ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം നിന്നതും അന്നദാനപ്പുരയിലേക്ക് എത്തി. അന്നദാനപ്പുരയിൽ നല്ല സ്വാദിഷ്ടമായ സദ്യ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള ഇതിൽ വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.